അസ്സലാമു വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. എങ്ങനെ സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാ റാഹത്താണ്. ഓക്കെ, ഏകദേശം 10 വർഷത്തോളമായി KNM ഹജ്ജ് ഗ്രൂപ്പിൻ്റെ ഹജ്ജ് ഉംറ അമീറായിട്ട് പോകുന്ന അബ്ദുസ്സലാം കീഴ്ശ്ശേരിയാണ് എൻ്റെ കൂടെ ഉള്ളത്. ഒരുപാട് കാര്യങ്ങളിൽ എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. സ്വകാര്യ മേഖലയിൽ ഹജ്ജിന് പോവുകയാണെങ്കിൽ എന്തെല്ലാം സൗകര്യങ്ങളാണ് നമുക്ക് ലഭിക്കുക, പിന്നെ അതുപോലെ ഗവൺമെൻറ് ഹജ്ജ് ഗ്രൂപ്പുമായിട്ട് ഇതിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയെന്നുള്ളത് പിന്നെ പല ആളുകളും അന്വേഷിക്കാറുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഇദ്ദേഹമായി നമ്മൾ സംസാരിക്കുകയാണ്. ഓക്കെ ഇൻഷാ അല്ലാഹ്. ഇന്ത്യ ഗവൺമെൻറ് ഏകദേശം 1,75,000 ആളുകൾക്കാണ് ഓരോ വർഷവും ഹജ്ജിന് അനുമതി കൊടുക്കുന്നത്. അതിൻ്റെ ഒരു 30% പ്രൈവറ്റ് ഗ്രൂപ്പിലേക്ക് പോകുന്നത്. മീൻസ് ഒരു 52,000 ആളുകൾ. അത് പല ഗ്രൂപ്പുകൾക്കായിട്ടാണല്ലോ വിഭജിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് അറിയേണ്ടത്, ഇപ്പം ഒരു ആൾ പിന്നെ പ്രൈവറ്റ് ഗ്രൂപ്പിൽ ഹജ്ജിന് പോകാൻ ഉദ്ദേശിക്കുന്ന ഒരാൾ ആദ്യമായിട്ട് എപ്പോഴാണ് അപേക്ഷ കൊടുക്കേണ്ടത്, അതിന് പ്രാരംഭമായിട്ട് ഇയാൾ എന്തെല്ലാം ചെയ്യേണ്ടത് എന്നുള്ളതാണ് അറിയേണ്ടത്. അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ്. പ്രിയപ്പെട്ട സഹോദരൻ അയ്യൂബ് സാറ്, ഈ മേഖലയിൽ നമ്മൾ എപ്പോഴും നിരീക്ഷിക്കുന്ന ഓൺലൈൻ മേഖലയിൽ ഹജ്ജുമായി ബന്ധപ്പെട്ട ഗവൺമെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഓരോ സമയത്തും അപ്ഡേറ്റ് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ അദ്ദേഹത്തെ അങ്ങനെ നിരീക്ഷിക്കാറുണ്ട്. അദ്ദേഹം ഗവൺമെൻറ് സർവീസും അതുപോലെ പ്രൈവറ്റ് സർവീസും തമ്മിലുള്ള വ്യത്യാസങ്ങളൊന്ന് ജനങ്ങളുടെ ഇടയിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ അഭിമുഖം സംസാരിക്കുന്നത്. ഏതായിരുന്നാലും വളരെ സന്തോഷമുണ്ട്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഹജ്ജ് വലിയൊരു ബാധ്യതയാണ്, ഒരു ദൗത്യമാണ്, പ്രതീക്ഷയാണ്. യഥാർത്ഥത്തിൽ ഗവൺമെൻറ്റിൽ കഴിഞ്ഞ കാലത്തൊക്കെ 4-5 വർഷമൊക്കെ അപേക്ഷിച്ചിട്ടും കിട്ടാത്ത ആളുകളുണ്ടായിരുന്നു. ഇപ്പോൾ അൽഹംദുലില്ലാ ആ ഒരു പ്രശ്നമല്ല. പല ആളുകൾക്കും അപേക്ഷിച്ചവർക്ക് പരമാവധി 90% ആളുകൾക്ക് കിട്ടുന്നുണ്ട്. എന്നിരുന്നാലും സൗകര്യത്തോടു കൂടി പോകാൻ വേണ്ടി പ്രൈവറ്റ് കമ്പനികളെയാണ് പല ആളുകളും ആശ്രയിക്കുന്നത്. അവർ തമ്മിലുള്ള ഏറ്റവ്യത്യാസത്തെക്കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. ഗവൺമെൻറ്റിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തതയാണ് പ്രൈവറ്റ് കമ്പനികൾക്കുള്ളത്. കാരണം അവർക്ക് ഒരു 50 ആളിൽ കുറഞ്ഞ ആളുകൾക്ക് എപ്പോഴും ഫുൾ ടൈം ഒരു ഗൈഡും ഒരു സർവീസ് ചെയ്യുന്ന ആളും മതപരമായിട്ട് ഇബാദത്തുകളെക്കുറിച്ചൊക്കെ കൃത്യമായി ബോധ്യമുള്ള ഒരു വളണ്ടിയർ എപ്പോഴും അവരുടെ കൂടെ ഉണ്ടാകും എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒന്ന്. അതുപോലെ ഏതൊരു പ്രദേശത്ത് അവരെത്തുമ്പോഴും ഏത് കർമ്മങ്ങൾ നിർവഹിക്കാനും അവരുടെ നേതൃത്വത്തിലാണ് അവർ നിർവഹിക്കപ്പെടുന്നത്. നേരത്തെ അവർക്ക് നല്ല ഗൈഡൻസ് കൊടുത്ത് നല്ല പഠനം നടത്തി കൃത്യമായ ബോധ്യത്തോടു കൂടിയാണ് അവരെ കൊണ്ടുപോകുന്നത്. പ്രൈവറ്റ് ഗ്രൂപ്പിൽ ഉദ്ദേശിക്കുന്ന ഒരാൾ എപ്പോഴാണ് നിങ്ങളെ അപേക്ഷ തരേണ്ടത്? അത് ഇപ്പോൾ 2027 അപേക്ഷ യഥാർത്ഥത്തിൽ ഇപ്പൊ തന്നെ പ്രൈവറ്റ് ഗ്രൂപ്പുകൾ തുടങ്ങി കഴിഞ്ഞു. അടുത്ത ഹജ്ജ് കഴിഞ്ഞാൽ ഉടനെ എന്ത് ചെയ്യും, അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങും. കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് കഴിഞ്ഞ ഈ 2 വർഷങ്ങളിലൊക്കെ 6 മാസം മുമ്പ് തന്നെ എല്ലാ അപേക്ഷകളും അതുപോലെ എല്ലാം ക്ലിയർ ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം 2027 ഹജ്ജിന് പോകേണ്ട ആളുകൾക്ക് ഇപ്പോൾ തന്നെ പ്രൈവറ്റ് ഗ്രൂപ്പിൽ അപേക്ഷിച്ച് തുടങ്ങാവുന്നതാണ്. അപ്പോൾ ഇതിന് പ്രായപരിധി എന്തെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല, പ്രായപരിധി എന്ന് പറഞ്ഞാൽ ശരിക്ക് ഇസ്ലാം വെച്ച പ്രായപരിധി യഥാർത്ഥത്തിൽ പ്രായപൂർത്തിയാവുക എന്നുള്ളതാണ്. അതിനപ്പുറം പ്രൈവറ്റ് ഗ്രൂപ്പിൽ യാത്ര ചെയ്യാൻ ഒരു പ്രായപരിധി ഇല്ല. 70-75 ആയ ആളുകൾക്ക് ഒരു ഹെൽപ്പറെ ആവശ്യമുണ്ടെങ്കിൽ അവരുടെ കുടുംബത്തിൽ തന്നെ ഒരാളെ കണ്ടെത്തുകയോ അല്ലെങ്കിൽ കൊണ്ടുപോകുന്ന പ്രൈവറ്റ് കമ്പനി കണ്ടെത്തുകയോ ചെയ്തുകൊണ്ടാണ് സർവീസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മഹറത്തിന്റെ, അതായത് ഒരു സ്ത്രീക്ക് ഇപ്പോൾ തനിയെ നിങ്ങളടുത്ത് ബന്ധപ്പെടാൻ പറ്റുമോ? അതെ, സ്ത്രീ തനിയെ പിന്നെ അവിടുത്തെ ഗവൺമെന്റ് തരുന്ന ആനുകൂല്യം വെച്ചിട്ട് ഒരു സ്ത്രീകൾ അടങ്ങുന്ന ഒരു സംഘത്തിനോട് കൂടെ സ്ത്രീകൾ യാത്ര ചെയ്യുന്ന രീതിയിൽ പ്രൈവറ്റിൽ ഇല്ലാതെ തന്നെ യാത്ര ചെയ്യാവുന്നതാണ്. ഓക്കെ. പിന്നെ അതുപോലെ ഒരിക്കൽ പ്രൈവറ്റ് ഗ്രൂപ്പിൽ പോയ ആൾ അല്ലെങ്കിൽ ഗവൺമെന്റിൽ പോയ ഒരാൾക്ക് രണ്ടാമത് പ്രൈവറ്റ് ഗ്രൂപ്പിൽ യാത്ര ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, നിലവിൽ ഇപ്പം തടസ്സങ്ങളൊന്നുമില്ല. അതുള്ളത് അവിടെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് അവിടുത്തെ തെസിരിയെ കിട്ടാനാണ്. പുറമേ നിന്ന് പോകുന്ന ആളുകൾക്ക് ഓരോ വർഷവും പോകാം, എല്ലാ വർഷവും പോകാൻ പറ്റും. വേണമെങ്കിൽ എപ്പോഴാവശ്യവും പോകാൻ പറ്റും, ഒരു കുഴപ്പമില്ല. ശാരീരികമായിട്ട് ആരോഗ്യ സംബന്ധമായിട്ട് എന്തെല്ലാം പിന്നെ കാര്യങ്ങളാണ് പോകുന്ന ഒരാൾ ശ്രദ്ധിക്കേണ്ടത്? നിലവിൽ ഗവൺമെന്റ് ശ്രദ്ധിക്കുന്നത് പോലെയുള്ള എല്ലാ ട്രീറ്റ്മെന്റും കൊടുത്ത് എല്ലാ ചെക്കപ്പും കഴിഞ്ഞ് പ്രതിരോധ കുത്തിവയ്പ്പൊക്കെ നടത്തിയിട്ട് തന്നെയാണ് പ്രൈവറ്റ് ഗ്രൂപ്പും കൊണ്ടുപോകുന്നത്. അതിൽ ഒരു കളങ്കവും അല്ലെങ്കിൽ ഒരു അപാകതയും വരുത്താറില്ല. അതിനപ്പുറം അവർ വല്ല കാര്യമായ അസുഖത്തിൻ്റെ ചികിത്സിക്കുന്ന ആളുകളാണെങ്കിൽ ആ ഡോക്ടറുടെ കൃത്യമായ വിവരണവും അവരുടെ ലിസ്റ്റൊക്കെ കാര്യമായി കയ്യിൽ വെച്ചിട്ട് അവരുടെ റിസൾട്ടുകളുമായിട്ട് തന്നെയാണ് നമ്മൾ പോവാറുള്ളത്. ഹാജിമാർക്ക് അവർ നൽകുന്ന സൗദി ഗവൺമെൻറ് നൽകുന്ന ഇൻഷൂർ ഉണ്ട്. അതൊക്കെ കൃത്യമായി പരിഗണിച്ച് അവിടെ നിന്നും എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ കൃത്യമായി ചികിത്സിക്കാൻ ആ ഇൻഷൂർ പ്രകാരം തന്നെ ഒരു കാശിൻ്റെ മുടക്കില്ലാതെ ചികിത്സിക്കുന്ന രീതിയൊക്കെ തന്നെയാണ് പ്രൈവറ്റ് ഗ്രൂപ്പും സ്വീകരിക്കുന്നത്. അതായത് ഇവിടുന്ന് പോകുന്ന ഒരു ഹാജി ഗവൺമെൻറ് ഗ്രൂപ്പിൽ ചെയ്യുന്നതായിട്ട് തന്നെ ഒരു
ഗവൺമെൻറ് ഡോക്ടറെ കൊണ്ട് പിന്നെ പരിശോധനകളൊക്കെ നടത്തി ഹാറ്റ് കാർഡൊക്കെ റെഡിയാക്കിയിട്ടാണ് പോകുന്നത്. തീർച്ചയായിട്ടും നമ്മളൊക്കെ അതൊക്കെ ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ വർഷം പോകുന്നത് ഇൻഷാല്ലാ. ഇവിടെ നിന്നുള്ള യാത്രകൾ പൊതുവെ എങ്ങനെ ഉണ്ടാവുക? നമ്മൾ കോഴിക്കോട് നിന്നാണ് കൂടുതൽ ഗ്രൂപ്പും യാത്ര പുറപ്പെടുന്നത്. കൊച്ചിയിൽ നിന്ന് വരുന്ന ആളുകളുണ്ട്. യാത്ര പോകുന്നതിൻ്റെ മുമ്പ് 1, 2, 3 തവണ അവർക്ക് യാത്രയുമായി ബന്ധപ്പെട്ടും കർമ്മവുമായി ബന്ധപ്പെട്ട നല്ല സിറ്റിംഗ് കൊടുക്കും. കൃത്യമായി ക്ലാസ്സുകൾ കൊടുത്ത് അവരെ ശരിക്കും അതിന് ആബിളാക്കി എടുത്തതിൻ്റെ ശേഷമാണ് നമ്മൾ യാത്ര പുറപ്പെടുന്നത്. അപ്പോൾ യാത്രയിൽ ഉണ്ടാകുന്ന എല്ലാ ക്ലേശങ്ങളെക്കുറിച്ചും കൃത്യമായ ധാരണയോടുകൂടി നമ്മൾ വിമാനത്താവളത്തിലേക്ക് ചെല്ലുകയും 50 ആളുകളെ നിയന്ത്രിക്കുന്ന ഒരു വളണ്ടിയറുടെ കീഴിലാണ് അവർ പോകുന്നത്. എയർപോർട്ടിലേക്ക് പോകേണ്ടത് ഇതുപോലെ നമ്മളെ ഗവൺമെൻറ് യാത്ര ചെയ്യുന്നത് പോലെ പ്രത്യേകം ട്രോളികളും അതിന് വേണ്ട സംവിധാനങ്ങളൊക്കെ നമ്മൾ ഗ്രൂപ്പ് തന്നെ കൊടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് യാത്ര പുറപ്പെടുന്നത്. ഒന്നാമത്തെ എടുത്തു പറയേണ്ട ഗവൺമെൻറ്റും പ്രൈവറ്റുമായിട്ടുള്ള ഏറ്റവും കൂടുതലുള്ള സൗകര്യം എന്ന് പറഞ്ഞാൽ ഹറമിൻ്റെ പരിസരത്തായിരിക്കും നമ്മൾ താമസിക്കുക എന്നുള്ളതാണ്. ദൗർഭാഗ്യകരമാണ് നമ്മൾ പലപ്പോഴും അവിടെ കാണാറുള്ളത്. ഗവൺമെൻറ്റിൽ വന്ന ആളുകൾ 10, 12 കിലോമീറ്റർ ദൂരെ ആയിരിക്കും ഉണ്ടാവുക. നമുക്ക് ഏത് സമയത്തും ഹറമിലേക്ക് പോകാൻ പറ്റുന്ന 500 മീറ്റർ 1 കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് ഈ പ്രൈവറ്റ് ഗ്രൂപ്പുകളൊക്കെ താമസിക്കുന്നത് എന്നൊരു സൗഭാഗ്യമാണ്. പൊതുവെ നമ്മൾ ഉംറക്ക് പോകുമ്പോൾ താമസിക്കുന്ന മാതിരിയുള്ള അടുത്തായിരിക്കും. അതെ അതെ, അത്രയും അടുത്ത് തന്നെയാണ് നമ്മളൊക്കെ താമസിക്കുന്ന. ഉംറക്ക് പോകുന്ന അതേ പോയിന്റിൽ 500 മീറ്റർ 400 മീറ്ററിലാണ്. അത് താമസ സൗകര്യത്തിന്റെ വ്യത്യാസം അനുസരിച്ച് റേറ്റിൽ മാറ്റം വരാൻ സാധ്യത. അതെ അതെ. ഇപ്പൊ ക്ലോക്ക് ടവറിലൊക്കെ താമസിക്കുന്നവരും തൊട്ടടുത്ത് ഒരു 300, 400, 500 മീറ്ററിലൊക്കെ താമസിക്കുന്ന ആളുകളുണ്ട്. അവർക്കൊക്കെ റേറ്റിൽ ചെറിയൊരു മാറ്റം ഉണ്ടാവും. പക്ഷെ നിങ്ങളുടെ കൂടെ ഇപ്പൊ ഒരു 50 ആൾ പോരാണെങ്കിൽ ആ 50 ആൾക്ക് ഒരു സ്ഥലത്തല്ലേ താമസിക്കാൻ പറ്റുള്ളൂ? അതെ, നമ്മളിപ്പം പ്രൈവറ്റ് ഗ്രൂപ്പിൽ കൂടുതൽ ആളുകളുള്ള ഗ്രൂപ്പുകളാണെങ്കിൽ 2 3 സ്ഥലത്ത് ഒരാൾക്ക് കാശുള്ള ഒരാളാണെങ്കിൽ എനിക്ക് കൂടുതൽ സൗകര്യം വേണം എന്നുള്ള അങ്ങനെ ചെയ്തു കൊടുക്കുന്നവരുണ്ട്. പ്രൈവറ്റ് ഗ്രൂപ്പ് തന്നെ വ്യത്യസ്ത കാറ്റഗറി ചെയ്തിട്ട് പിന്നെ ക്ലോക്ക് ടവറിൽ താമസം കൊടുക്കുന്നവരുണ്ട്. അതിന്റെ റേറ്റിനനുസരിച്ച് അതിൽ മാറ്റങ്ങളുണ്ട്. പിന്നെ ഭക്ഷണത്തിന്റെ കാര്യം, ഭക്ഷണം നല്ല കേരളീയ ഫുഡാണ് ഏറ്റവും കൂടുതൽ വിതരണം ചെയ്യുന്നത്. അത് ഒന്നും അറിയണ്ട, അവരെ ക്യാൻറ്റീനിൽ ഭക്ഷണം കൊണ്ടുവന്ന് ഓരോ സമയത്തും അവർക്ക് താമസിക്കുന്ന റൂമിൽ തന്നെ അതിന് ഡൈനിങ് ഹാളുകളുണ്ട്. ആ ഡൈനിങ് ഹാളിൽ 3 നേരം സുഭിക്ഷമായ ഭക്ഷണം തന്നെ കൊടുക്കുന്നുണ്ട്. ആജിമാർക്ക് ഒരാൾക്കും ഒരു ഭക്ഷണത്തിന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ അക്കോമഡേഷന്റെ കാര്യത്തിലോ ഒരു ടെൻഷനും ഇല്ലാതെ ഇബാദത്തുകൾ പൂർണ്ണമായിട്ടും അതിന്റെ സമയത്ത് നിർവഹിക്കാൻ സാധിക്കുമെന്നുള്ള ഫ്രീഡമാണ് യഥാർത്ഥത്തിൽ പ്രൈവറ്റ് ഗ്രൂപ്പ് കൊടുക്കുന്നത്. പിന്നെ റൂമിലുള്ള ബെഡിന്റെ സൗകര്യങ്ങൾ എങ്ങനെയാണ് ഉണ്ടാവുക? സാധാരണ ഉംറയ്ക്കുള്ള അത്രയും കൺജസ്റ്റഡ് ആയിരിക്കില്ല ഹജ്ജിന്. കാരണം അവിടുത്തെ നിയമം വളരെ കണിശമാണ്. ബലദിയ വന്ന് അവരുടെ ഹെൽത്ത് വന്നിട്ട് സ്പേസ് ഒക്കെ നോക്കിയിട്ട് അവർ ബോർഡിൽ എഴുതിയിട്ടുണ്ടാവും ഇത്ര ബെഡ് ഇവിടെ അലോട്ടുള്ളൂ. ആ ഒരു ബെഡ് മാത്രമാണ് അവിടെ ഉണ്ടാവുക. എന്നിരുന്നാലും ഹറമിന്റെ പരിസരത്ത് താമസിക്കുന്നു എന്നുള്ള നിലക്ക് മറ്റു ദൂരങ്ങളിലുള്ള ബിൽഡിങ്ങിന്റെ അത്ര സ്വസ്ഥതയും സമാധാനമൊന്നും ഒരു പക്ഷെ കിട്ടൂല. കാരണം മാനസികമായി ഇബാദത്തിന് വന്ന ആളുകൾ നിലക്കുള്ള ഒരു പരിമിതമായ സൗകര്യമാണ്. അതെ, അങ്ങനെയാണ് അവിടെ കൊടുക്കുന്നത്. ഫാമിലി ആയിട്ട് വരുന്നവർക്ക് എങ്ങനെയായിരിക്കും റൂം കിട്ടുക? ഫാമിലി ആയിട്ട് വരുന്നവർക്ക് ഫാമിലി റൂം തന്നെ അലൗഡ് ചെയ്യും, വേണമെങ്കിൽ ചെയ്യും. ഇനി പിന്നെ അല്ലാത്ത ആളുകൾക്കാണെങ്കിൽ 4 5 ആളുകളുള്ള റൂമുകളാണ് ഉണ്ടാവുക. പരമാവധി ഗ്രൂപ്പുകൾക്ക് അനുസരിച്ച് എല്ലാവരും ഒപ്പം തന്നെ താമസിക്കുന്ന ഒരു ഫ്ലോറിൽ തന്നെ താമസിക്കുന്ന രീതിയൊക്കെയാണ് ഇപ്പൊ നമ്മൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. സ്ത്രീകൾ തന്നെയാണെങ്കിൽ അവരെ സ്ത്രീകളിലേക്ക് മാറ്റും. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞല്ലോ ഒരു 50 ആൾക്ക് ഏകദേശം ഒരു അമീർ ഉണ്ടാവുന്നുള്ളൂ. അപ്പം സ്ത്രീകൾ മാത്രം വരുന്നതാണെങ്കിൽ അവർക്കൊരു സ്ത്രീ അമീറായിട്ട് ഒരാൾ ഉണ്ടാവുക. പ്രൈവറ്റ് ഗ്രൂപ്പിൽ പിന്നെ വലിയ ഗ്രൂപ്പുകൾക്കൊക്കെ സ്ത്രീകൾക്ക് ഒരു അമീറും അല്ലെങ്കിൽ 2 ആളുകളൊക്കെ ഉണ്ടാവാറുണ്ട്. ചെറിയ 50 100 ആളുകളൊക്കെ ഉള്ളതാണെങ്കിൽ സ്ത്രീകളുടെ അമീർമാർ ഹജ്ജിനൊന്നും ഉണ്ടാവില്ല. യാത്ര ചെയ്യുമ്പോൾ ലഗേജ് എത്ര കൊണ്ടുപോകുക, അത് എങ്ങനെയുള്ള പിന്നെ ബാഗുകളൊക്കെയാണ് ഉപയോഗിക്കേണ്ടത്? ഇപ്പം നമ്മൾ കൊടുക്കുന്ന ട്രോളി ബാഗ് 25 കിലോ അങ്ങോട്ട് കൊണ്ടുപോകുന്ന രീതിയാണ്. ഒരാൾക്ക് 25 കിലോ അങ്ങോട്ട്, ടോട്ടൽ 25 പ്ലസ് ഹാൻഡ് ബാഗ് 7 കിലോ. തിരിച്ചു വരുമ്പോൾ ഇപ്പൊ നമ്മൾ വരുന്ന യാത്രയിലൊക്കെ 40 കിലോ തിരിച്ചുണ്ട്. ഞങ്ങൾ സൗദി എയർലൈൻസിനാണ് യാത്ര ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മളെ ഇന്ത്യക്കയോ അല്ലെങ്കിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് ഒക്കെ ആണെങ്കിൽ ഇവിടുത്തെ അതേ സെയിം ആണ്. 30 കിലോ ആണ് അവർക്ക് തിരിച്ചു വരുമ്പോഴും ഉള്ളത്. ഒരു ബാഗാണ് അല്ല, 30 2 ബാഗായിട്ട് കൊണ്ടുവരാൻ പറ്റും. 40 ആണെങ്കിലും 2 ബാഗായിട്ട് ഹാൻഡ് ബാഗേജ്. എത്ര ദിവസമായിരിക്കും മക്കത്തും മദീനത്തൊക്കെ നമുക്ക് അനുവദിച്ച് കിട്ടുക? ഇപ്പൊ നമുക്ക് ഒരു 30 ദിവസത്തെ പാക്കേജാണ് കൂടുതലുള്ളത്. 28 ദിവസം 30 ദിവസം പുറപ്പെട്ട് തിരിച്ചെത്തുമ്പോഴേക്ക് ഒരു മാസം. ആ 20 ദിവസത്തിനും 15 ദിവസത്തിനൊക്കെ ചെയ്യുന്ന പാക്കേജ് ഉണ്ട്. അത് പ്രധാനപ്പെട്ട ഡോക്ടേഴ്സ് അതുപോലെ ലീവൊക്കെ കുറഞ്ഞ ആളുകൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. 28 ദിവസമാണെങ്കിൽ മക്കത്ത് എത്ര ദിവസം, മദീനത്ത് എത്ര ദിവസം, അങ്ങനെ ഒരു കണക്ക് ഉണ്ട്. ചില ഗ്രൂപ്പുകൾ മദീനയിലേക്കാണ് നേരത്തെ ചെല്ലുക. അവിടെ ഒരു 6 7 ദിവസം താമസിച്ചിട്ട് അവർ മക്കയിലേക്ക് പോകും. നമ്മുടെ ഗ്രൂപ്പുകളൊക്കെ നേരെ മക്കയിലേക്കാണ് പോകുന്നത്. അവിടെ ഉംറ കഴിഞ്ഞ് ഹജ്ജും കഴിഞ്ഞതിന്റെ ശേഷം
യാത്ര പുറപ്പെടുന്നതിന്റെ ഒരാഴ്ച മുമ്പ് നമ്മൾ മദീനയിൽ പോയി, ഒരാഴ്ച മദീനയിൽ കൂടി മദീനയിൽ നിന്ന് ഡയറക്റ്റ് ഒന്നിക്കൽ ജിദ്ദ എയർപോർട്ടിലേക്കോ അല്ലെങ്കിൽ മദീന എയർപോർട്ടിൽ നിന്ന് നേരെ തിരിച്ചാണ് നമ്മൾ പോരുന്നത്. യാത്ര ഫ്ലൈറ്റിന് തന്നെ ഡയറക്റ്റ് ആയിട്ട് പോരും അല്ലേ? അപ്പോൾ ഒരു പിന്നെ ജുമയെങ്കിലും മദീനത്ത് ഹറമിൽ കിട്ടും. ആ രീതിയിലായിരിക്കും ഡിസൈൻ ചെയ്യുക അല്ലേ? പല ആളുകൾക്കും അറിയേണ്ടത് ടിക്കറ്റിലുള്ള ഈ ഫ്ലെക്സിബിലിറ്റി, അതായത് ഒരാളിപ്പം ഗൾഫിൽ ജോലി ചെയ്യുന്ന ആളായിരിക്കും, അയാൾ ഒരു പക്ഷേ ഭാര്യയെ കൂട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ നാട്ടിൽ വന്നിട്ട് ഇവിടെ നിന്നായിരിക്കും അവർ രണ്ടുപേരും കൂടി മക്കത്തേക്ക് യാത്ര ചെയ്യുന്നത്. തിരിച്ചൊരു പക്ഷേ മക്കത്തുനിന്ന് അദ്ദേഹത്തിന് UAE-ലേക്കോ അല്ലെങ്കിൽ വേറെ സ്ഥലത്തേക്കോ യാത്ര ചെയ്യേണ്ടി വരും. അപ്പം അങ്ങനെ വരുമ്പോൾ ഫ്ലെക്സിബിൾ രീതിയിൽ ടിക്കറ്റ് അവനവൻ്റെ ആവശ്യത്തിനനുസരിച്ച് എടുക്കാൻ കഴിയുമോ? അതാണ് ഏറ്റവും കൂടുതൽ ഗവൺമെന്റും നമ്മളുമായിട്ടുള്ള ഏറ്റവും വലിയൊരു മാറ്റം. അതാണ് എവിടെ ജോലി ചെയ്യുന്നുണ്ടെങ്കിലും അവർക്ക് ജിദ്ദയിൽ വന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാനും അവിടുന്ന് ഹജ്ജ് കഴിഞ്ഞിട്ട് അവരുദ്ദേശിച്ച രാജ്യത്തിലേക്ക് തിരിച്ചു പോകാനുള്ള നല്ല സംവിധാനം. ഇപ്പം ഞാൻ പോകുമ്പോൾ എൻ്റെ കൂടെ ഇപ്പം 4 ആളുകൾ ദുബായിൽ നിന്ന് വന്നിട്ടാണ് കൂടുന്നത്. അവർ തിരിച്ച് ദുബായിലേക്ക് തന്നെ തിരിച്ചു പോവുകയും ചെയ്യും. അതിനൊന്നും പ്രശ്നമല്ല. അതൊക്കെ നമുക്ക് ഇതിൽ സംവിധാനം ചെയ്യാൻ പറ്റുന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ നല്ലൊരു സർവീസ് ആയിട്ട് പ്രൈവറ്റ് ചെയ്യുന്നത്. പിന്നെ ഹാജിയുടെ റിക്വയർമെന്റ് അനുസരിച്ച് ചെയ്യാൻ പറ്റും, സൗകര്യം നിങ്ങൾ ചെയ്തു കൊടുക്കും. ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇപ്പോൾ ഏത് എയർപോർട്ടിൽ നിന്ന് യാത്ര പുറപ്പെടുകയാണെങ്കിലും പിന്നെ നമ്മൾ ഇവിടുന്ന് ഇഹ്റാം ചെയ്തിട്ടാണോ യാത്ര തുടങ്ങുന്നത്? ഇഹ്റാമിന്റെ വസ്ത്രം ധരിച്ച് ഇഹ്റാമിൽ പ്രവേശിക്കുന്നതിന്റെ മുമ്പുള്ള എല്ലാ സുന്നത്തായ കർമ്മങ്ങളൊക്കെ വീട്ടിൽ വെച്ചിട്ട് നിർവഹിക്കും. ഇഹ്റാം ചെയ്യുന്നത് യഥാർത്ഥത്തിൽ മീഖാത്തിൽ നിന്നാണ്. മീഖാത്തിൽ നമ്മൾ വിമാനം ജിദ്ദയിൽ ഇറങ്ങുന്നതിന്റെ ഒരു 25 മിനിറ്റ് മുമ്പാണ് മീഖാത്തിലെത്തുക. അലോൺസ് ഉണ്ടാവും. അപ്പോഴാണ് നമ്മൾ ലബ്ബൈക അല്ലാഹുമ്മ ഹജ്ജൻ അല്ലെങ്കിൽ ലബ്ബൈക അല്ലാഹുമ്മ ഉംറത്തൻ എന്ന് പറഞ്ഞിട്ട് ഉംറയിലേക്ക് ആയതുകൊണ്ട് ഉംറയുടെ നിയത്ത് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ തമത്വമായ രീതിയിലായിരിക്കും അപ്പോൾ പോകുന്നത്. അതെ അതെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് അറിവ് നിർബന്ധമാണല്ലോ. അപ്പൊ ഈ അറിവിന്റെ കാര്യങ്ങൾ നിങ്ങൾ തന്നെ മുൻകൂട്ടി അവരോട് കാശ് വാങ്ങിച്ചിട്ട് നിങ്ങളാണ് ചെയ്യുന്നത്? അതെ, പ്രൈവറ്റ് ഗ്രൂപ്പുകൾ ഏറെക്കുറെ അവർക്ക് ഹാജിമാരുടെ ടെൻഷൻ ഒഴിവാക്കാൻ വേണ്ടി നേരത്തെ തന്നെ പറഞ്ഞ് അവർ പറയുന്ന ആ ഫെയറിന്റെ കൂടെ തന്നെ അറിവിനുള്ള കാശും കൂടി വാങ്ങിയിട്ടാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് യാത്ര തുടങ്ങി, പിന്നെ ജിദ്ദ എയർപോർട്ടിൽ മക്കയാണെങ്കിൽ ജിദ്ദ എയർപോർട്ടിൽ ഇറങ്ങി, പിന്നെ അവിടുന്ന് അങ്ങോട്ടുള്ള യാത്രകളുടെ കാര്യങ്ങൾ എങ്ങനെയാണ്? അവിടെ യാത്ര നമ്മൾ ചെയ്യുന്നത്, നമുക്ക് നമ്മുടെ മുത്തവഫിന്റെ ബസ് അവിടെ നമ്മൾ വെയിറ്റ് ചെയ്തിട്ടുണ്ടാവും. അവിടെ മുത്തവഫ് ഏൽപ്പിച്ച ഒരു മന്ദൂബ് അവിടെ ഉണ്ടാവും. അവര് നമ്മളെ സ്വീകരിച്ച് ബസ്സിൽ കയറ്റി 45 ആളോ 50 ആളോ ഉള്ള ആളുകളെ ഒരു ബസ്സിൽ കയറ്റി, 100 ആളാണെങ്കിൽ 2 ബസ് അവിടെ റെഡി ആയിരിക്കും. അതിൽ കയറ്റിയിട്ട് നമ്മളെ നേരെ റൂമിൽ നമ്മൾ അലോട്ട് ചെയ്ത ബിൽഡിങ്ങിൽ കറക്റ്റ് കൊണ്ടുപോയി ഇറക്കി ഇട്ടാണ് അവർ തിരിച്ചു പോവുള്ളൂ. എന്നിട്ട് അവർ ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ടാഗൊക്കെ അവർ തരും. ഹജ്ജിന്റെ നുസുക്ക് ടാഗൊക്കെ നമുക്ക് തന്നിട്ടാണ് അവർ പോവുക. ഫുൾ ടൈം അവരെ വിളിക്കാനുള്ള നമ്പർ ഉണ്ടാവും. എന്ത് സർവീസും അവരുടെ അടുത്ത് നിന്ന് കിട്ടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് പോകുമ്പം ഹജ്ജിന്റെ കൂടെ തന്നെ ഉംറയും ചെയ്യുക. ആദ്യം ഉംറ ചെയ്യുകയും പിന്നെ ഉംറയിൽ നിന്ന് വിരമിച്ച് തമത്വം ആയതിന്റെ ശേഷം നമ്മൾ താമസിക്കുന്നിടത്തുനിന്ന് ഹജ്ജിലേക്ക് പ്രവേശിക്കുകയാണ്. ആ രീതിയാണ് നമ്മളും ചെയ്യാറുള്ളത്. അവിടെ ചെന്നാൽ ആദ്യം ഉംറ ചെയ്യും, പിന്നെ അതിന്റെ ശേഷം മക്കയുടെ പരിസരമൊക്കെ സന്ദർശിക്കുന്ന കുറെ യാത്രകളും ക്ലാസ്സുകളുമായിട്ട് നമ്മൾ ആത്മീയമായ നല്ല ഒരു സാഹചര്യം അവിടെ ഉണ്ടാവും. ദുൽഹിജ്ജ 8-നാണ് നമ്മൾ എന്ത് ചെയ്യണത്, അല്ലെങ്കിൽ 7-ന്റെ അന്ന് രാത്രി 8-ഓട് കൂടിയാണ് എപ്പോഴാണോ നമുക്ക് നമ്മുടെ മുത്തവഫിന്റെ നിർദ്ദേശം വരുന്നത് ആ സമയത്ത് റൂമിൽ നിന്ന് ഇഹ്റാം ചെയ്തിട്ടാണ് നമ്മൾ ഹജ്ജിന്റെ ഇഹ്റാം ചെയ്തിട്ടാണ് നമ്മൾ മിനയിലേക്ക് പുറപ്പെടുന്നത്. പക്ഷെ അതിന്റെ ഇടയിൽ മറ്റു പിന്നെ ഗവൺമെന്റ് ഗ്രൂപ്പും നമ്മളുമായിട്ടുള്ള ഒരു വലിയ വ്യത്യാസം, അവിടെയുള്ള ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങൾ, ഇപ്പൊ പ്രത്യേകിച്ച് ഹജ്ജുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് പരിചയപ്പെടുത്തേണ്ട മിന, മുസ്ദലിഫ, അറഫ, ജബലുന്നൂർ, ജബലുർ റഹ്മ പോലത്തെ പ്രദേശങ്ങളൊക്കെ നമ്മൾ വാഹനത്തിൽ യാത്ര പോവുകയും ആ പ്രദേശത്ത് ചെന്ന് അവിടെ എന്താണ് നമുക്ക് നിർവഹിക്കാനുള്ളതെന്നും അവർ നൽകുന്ന സന്ദേശം, ആ സ്ഥലം നമുക്ക് നൽകുന്ന സന്ദേശം എന്താണെന്നും കൃത്യമായി അവിടെ ആ അമീറുമാര് ഗൈഡുമാര് പഠിപ്പിച്ചു കൊടുക്കും. അതായത് മുൻകൂട്ടി തന്നെ ആ സ്ഥലം ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്തു. അവിടുന്ന് ചെയ്യേണ്ട കർമ്മങ്ങളും ചെയ്യാൻ പാടില്ലാത്ത കർമ്മങ്ങളൊക്കെ കൃത്യമായി ബോധ്യപ്പെടുത്തും. അപ്പൊ ഹാജിക്ക് പിന്നീട് ഹജ്ജിന് വേണ്ടി അവിടെ ചെല്ലുമ്പോൾ ആ കാര്യങ്ങളൊക്കെ പരിചയമുണ്ടാവും. തുടർന്നു മറ്റു എല്ലാ രാജ്യക്കാരും ഗവൺമെന്റ് ഹാജിമാരൊക്കെ പോകുന്നത് പോലെ തന്നെ നമുക്ക് ഏത് കാറ്റഗറീസ് ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഫെസിലിറ്റി നമുക്കവിടെ കിട്ടും. ABCD വരെയുള്ള. അപ്പം അറഫയിലേക്കും മറ്റൊക്കെ പോകുന്നത് എല്ലാ ഹാജിമാരും ഒന്നടങ്കമാണ്. അറഫയിലും മിനയിലും മുസ്ദലിഫയിലും ഒക്കെ നമ്മുടെ ഹാജിമാർ, ഗവൺമെന്റ് ഹാജിമാരൊക്കെ തൊട്ടടുത്ത ടെന്റുകളിൽ തന്നെയാണ് ഉണ്ടാവുക. അപ്പൊ അവിടെ ഇന്റേണൽ യാത്ര മെട്രോയിലും ബസ്സിലും ഒക്കെ ആയിട്ടുണ്ടോ, അല്ലെങ്കിൽ മെട്രോയിലും ബസ്സിലും ഉണ്ട്. ഏറ്റവും കൂടുതൽ ബസ്സിലാണ് പ്രൈവറ്റ് ടീമിന് ഉണ്ടാവുക. മെട്രോയിൽ യാത്ര ചെയ്യുന്നവരുണ്ട്. മുസ്ദലിഫയിൽ നിന്നൊക്കെ പലപ്പോഴും അവിടുത്തെ തിരക്ക് കാരണം ബസ് കിട്ടാൻ സാധ്യത ഇല്ലെങ്കിലും നടന്നിട്ടും പോരും. നമ്മളൊരു ടെന്റിലാവുമ്പോൾ അവിടെ പ്രത്യേക പ്രൈവറ്റ് ഗ്രൂപ്പിന്റെ ഭക്ഷണമില്ലേ? ആ പ്രൈവറ്റ് ഗ്രൂപ്പിന് ഭക്ഷണവും അതുപോലെ പിന്നെ അക്കോമഡേഷനും
ടെന്റുകൾ സ്പെഷ്യലായിട്ട് ഉണ്ടാവും, സൗകര്യങ്ങൾ ഉണ്ടാവും. പിന്നെ ഇപ്പം അതിലുള്ള ചെറിയൊരു സംശയം, മിനയിൽ ഈ പല സോണുകളാണല്ലോ. അപ്പോൾ ഈ പ്രൈവറ്റ് ഗ്രൂപ്പിൽ ചില ഗ്രൂപ്പ് വളരെ കാശ് കുറച്ച് വാങ്ങിയിട്ട് കുറേ ദൂരെ താമസിപ്പിക്കുക എന്നുള്ളൊരു പരാതി ചിലപ്പോൾ കേൾക്കാറുണ്ട്. അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? അത് പ്രൈവറ്റ് ഗ്രൂപ്പിൽ സോൺ മാറാറുണ്ട്. ചില സമയത്തൊക്കെ മിനയുടെ അവസാനത്തിൽ താമസിക്കാറുണ്ട്. അതൊന്നൊക്കെ എന്താ വെച്ചാൽ ഈ പ്രൈവറ്റ് ഗ്രൂപ്പുകൾ ഏൽപ്പിക്കുന്നത് ഒരു മുത്തവഫ് ഗവൺമെന്റ് അംഗീകരിച്ച ഒരു സംഘത്തെയാണ്. ആ സംഘത്തിന്റെ അവിടുത്തെ സർവീസിനനുസരിച്ചാണ് ഇതിന് മാറ്റം ഉണ്ടാവുക. ഏറെക്കുറെ നമ്മുടെ ഹാജിമാരൊക്കെ എന്ന് പറഞ്ഞാൽ പിന്നെ ഏകദേശം മിനയിലൊക്കെ തൊട്ടടുത്ത് തന്നെയാണ് താമസം ഉണ്ടാവുന്നത്. എന്നാലും 2 കിലോമീറ്റർ 3 കിലോമീറ്റർ ഒക്കെ ജംറയുമായിട്ട് മാറ്റം ഒരു പക്ഷേ കുറച്ച് ദൂരെ ആണെങ്കിൽ അവർക്ക് പിന്നെ മെട്രോ ഉപയോഗിച്ചുകൊണ്ട് ജംറയിൽ പോകാനുള്ള സൗകര്യങ്ങളുണ്ട്. മക്കത്തുള്ള കാര്യങ്ങൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ മിക്കവാറും മദീന പോകുന്നത്. മദീന ഏകദേശം നിങ്ങൾ ഒരാഴ്ചയായിരിക്കും മിക്കവാറും താമസം എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ അതും ഏകദേശം ഹറമിൻ്റെ ചുറ്റുപാടായിട്ട് തന്നെ താമസം ഉണ്ടാവും. ഭക്ഷണമൊക്കെ അവിടെ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ അങ്ങനെ വരുമ്പോഴേ റൗള സന്ദർശനം എങ്ങനെയാണ്? റൗള സന്ദർശനം ഇപ്പോൾ കൊറോണ കഴിഞ്ഞതിൻ്റെ ശേഷം, അതിൻ്റെ മുമ്പ് റൗള സന്ദർശനത്തെ കുറിച്ച് ആർക്കും ഒരു ആശങ്കയില്ല, എപ്പോഴും കയറാൻ പറ്റിയിരുന്നു. ഇപ്പോൾ നമ്മൾ നുസുക്ക് ആപ്പിലൂടെ രജിസ്റ്റർ ചെയ്തിട്ട് റൗള സന്ദർശനം കിട്ടാറുണ്ട്. ഒരു പക്ഷേ പല സമയത്തും നമ്മൾ ഗ്രൂപ്പ് തന്നെ എന്ത് ചെയ്യും, വിസ അടിച്ച അതേ കമ്പനി മൊത്തം ആളുകൾക്കും ഒരേ സമയം പിന്നെ രജിസ്റ്റർ വാങ്ങും. അങ്ങനെ നമ്മൾ കൂട്ടമായിട്ട് പുരുഷന്മാരൊരു സമയത്തും സ്ത്രീകളൊരു സമയത്തുമായിട്ടാണ് പോവാറുള്ളത് റൗളയിലേക്ക്. ഇതുവരെ പോയ ഗ്രൂപ്പുകൾക്കൊന്നും പ്രയാസങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പല സമയത്തും നുസുക്ക് ആപ്പ് ജാമായിട്ടും അതുപോലെ കയറാൻ പറ്റാത്ത ആളുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. മടക്കയാത്ര ഒരു പക്ഷേ മക്കത്തുനിന്നോ അല്ലെങ്കിൽ മദീനത്തുനിന്നോ ആയിരിക്കും. അത് പല ഗ്രൂപ്പുകളും വ്യത്യസ്തമാണ്. അതായത് അവർ യാത്ര അത് മദീന പോയി നേരത്തെ മദീനയിൽ പോയി വന്ന ആളുകളാണെങ്കിൽ അവർ മടങ്ങുന്നത് മക്കയിൽ നിന്നാണ്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് മടങ്ങുകയാണെങ്കിലും ഇനി ജിദ്ദയിലൂടെ ഇങ്ങോട്ട് തിരിച്ചു വരികയാണെങ്കിലും അവർ ഹജ്ജുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മം അവസാനം ചെയ്തിട്ടാണ് അവരവിടുന്ന് മടങ്ങുന്നത്. വിദാഇന്റെ തവാഫ് നിർവഹിച്ചിട്ട് അത് നിർവഹിച്ചിട്ട് മദീനയിൽ പോകും പല ആളുകളും. ചില ആൾക്കാർ നേരെ എയർപോർട്ടിലേക്ക് തിരിച്ചു പോകും. അങ്ങനെയാണ് യാത്ര അവസാനിക്കുന്നത്. പിന്നെ അതുപോലെ ഹാജിമാർക്ക് സംസം വെള്ളം നിങ്ങളായിട്ട് എത്തിച്ചു കൊടുക്കുമോ? അതെ, നമ്മൾ പിന്നെ പ്രൈവറ്റ് ഗ്രൂപ്പുകളൊക്കെ ഏറെക്കുറെ ചെയ്യുന്നതും എയർപോർട്ടിൽ സംസം നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു പാസ്പോർട്ട് കാണിച്ചാൽ നമുക്ക് 5 കിലോയുടെ എത്തും. നമ്മളെ ഗ്രൂപ്പൊക്കെ അത് അവർക്ക് തന്നെ അവരെ പേരിൽ വാങ്ങിച്ചിട്ട് ഇവിടെ കോഴിക്കോട് എയർപോർട്ടിൽ ഇറങ്ങുമ്പോൾ ഓരോ സംസം കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? ഇനി പ്രധാനമായി അറിയേണ്ടത് പ്രൈവറ്റ് ഗ്രൂപ്പിൽ ഹജ്ജിന് പോകുന്ന ഒരാൾക്ക് ഏകദേശം എന്ത് ചെലവ് വരും എന്നുള്ളതാണ്. അപ്പം പ്രൈവറ്റ് ഗ്രൂപ്പുകൾ അവരുടെ സർവീസിനനുസരിച്ച് വ്യത്യസ്തമായ നമ്മൾക്ക് എത്രയാണോ കൊടുക്കാൻ പറ്റുന്നത് അതിനനുസരിച്ച് അവർ സർവീസ് തരാമെന്നുള്ള നിലക്ക് പല ഗ്രൂപ്പുകളും ഈ വർഷമൊക്കെ ഓഫർ ചെയ്തു. പിന്നെ ഗവൺമെന്റ് കൊടുക്കുന്ന അതേ കാശ് കൊണ്ട് കൊണ്ടുപോകാം. അതൊക്കെ അവരുടെ താമസം ഒരു കുറച്ച് ദൂരമായിരിക്കും. അതല്ലെങ്കിൽ അവർ പിന്നെ മക്കയിൽ പ്രധാനപ്പെട്ട സമയത്തുണ്ടാവില്ല, അവർ മദീനത്തായിരിക്കും. ഇങ്ങനെയുള്ള സംഗതികളൊക്കെ ചെയ്തിട്ട് ഒരു നിർബന്ധ ഹജ്ജ് എന്നുള്ളവർക്ക് ഏത് പാവപ്പെട്ടവനും ചെയ്യാനുള്ള ഒരു സംവിധാനം ഒരുക്കുക എന്നുള്ള. എന്നാ സ്ഥാനത്ത് നല്ല പൈസക്കാരായ ആളുകൾ അല്ലെങ്കിൽ ചെലവഴിക്കാൻ പ്രയാസമില്ലാത്ത ആളുകൾ ജോലി തിരക്ക് കൊണ്ട് കുറഞ്ഞ ദിവസം കൊണ്ട് ചെയ്യണം എന്നുള്ള ആളുകൾക്കൊക്കെ 10 ലക്ഷം 12 ലക്ഷം ഒക്കെ മുടക്കി ചെയ്യുന്ന ആളുകളുണ്ട്. ഒരു ആവറേജ് ഒരു 6 ലക്ഷത്തിൻ്റെ 7 ലക്ഷത്തിൻ്റെ ഇടയിലാണ് ഒരു നല്ല ഒരു 500 മീറ്റർ 600 മീറ്റർ ദൂരത്ത് മക്ക പരമാവധി ഉപയോഗപ്പെടുത്താൻ മദീനയൊക്കെ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന രീതിയിൽ നല്ല ഒരു സർവീസ് എന്ന നിലയ്ക്ക് പൊതുവെ പ്രൈവറ്റ് ഗ്രൂപ്പുകളൊക്കെ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് 6-ന്റെയും 7-ന്റെയും ഒക്കെ ഇടയിലാണ്. അല്ല, പിന്നെ ഈ ദിവസം കുറയുകയാണെങ്കിൽ പൈസ കുറയാണോ ചെയ്യാ? അല്ല, ദിവസം കുറഞ്ഞു വെച്ച് കാശ് കുറയൂല. കാരണം കുറച്ചുകൂടി അവർക്ക് സൗകര്യങ്ങളും ഇതും കൂടുതൽ കിട്ടുന്നില്ല, കാശ് കുറയാൻ സാധ്യത. ഇപ്പം നിങ്ങൾ പറഞ്ഞല്ലോ 2027 ഇപ്പം വേണമെങ്കിൽ ബുക്ക് ചെയ്യാം. ഇപ്പൊ അഡ്വാൻസ് കൊടുത്തിട്ട് പേര് രജിസ്റ്റർ ചെയ്യാം. പിന്നെ ബുക്ക് ചെയ്യുന്ന സമയത്ത് അഡ്വാൻസ് കൊടുക്കുക. പിന്നെ 2-3 തവണ പോകുന്നതിന്റെ മുമ്പ് മീൻസ് ഇവിടുന്ന് കയറുന്നതിന്റെ മുമ്പായിട്ട് മുഴുവൻ കാശും അടച്ചു തീർക്കണം അല്ലെ? പിന്നെ അതുപോലെ പോയി വന്നു കഴിഞ്ഞാൽ ഇവർക്ക് എന്തേ ഗവൺമെന്റ് റിട്ടേൺ ആവുന്നുണ്ടോ എമൗണ്ട്? അതെ, അവര് ടാക്സ് ചെയ്തതിന്റെ ഒരു 30%, ഒരു 26,000 റുപ്യ. ഇപ്പൊ കഴിഞ്ഞ ഹജ്ജിനൊക്കെ പോയ ആളുകൾക്ക് ഒരു 26,000 റുപ്യ നമ്മുടെ അക്കൗണ്ടിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് ഹാജിന്റെ അക്കൗണ്ടിലേക്ക് വരിക. ഹാജിന്റെ അക്കൗണ്ടിൽ നിന്നാണ് ഇത് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതേ അക്കൗണ്ടിലേക്ക് തന്നെ ഇത് തിരിച്ചു. ഹാജി പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, കാരണം അവരെ പാൻ കാർഡിലൂടെയാണ് കാര്യങ്ങൾ ചെയ്യുക. അതുകൊണ്ട് ആ നമ്പറിൽ തന്നെ ആ അക്കൗണ്ടിൽ തന്നെ വരും. അവസാനമായിട്ട് ഒരു കാര്യം കൂടി ചോദിക്കാനുള്ളത്, പല ആളുകൾക്കും ഇപ്പം നമ്മൾ ഒരു പ്രൈവറ്റ് ഗ്രൂപ്പ് പല പേരുകൾ നമ്മൾ പിന്നെ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട്, അല്ലെ പല രീതിയിൽ നമ്മൾ കാണും. അപ്പോൾ ഒരു റിലയബിൾ ആയിട്ടുള്ള ഒരു വിശ്വാസയോഗ്യമായ ഒരു ഏജൻസിയെ എങ്ങനെ ഒരു ഹാജിക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും? അതിന് നമുക്ക് മറ്റുള്ള ഒരു പുറത്ത് നമ്മൾ കാണുന്ന മറ്റു സംഗതികളൊക്കെ നമ്മൾ നിരീക്ഷിക്കുന്നത് പോലെ തന്നെ ഒരു ഔദ്യോഗിക സംഘടനാ സംവിധാനത്തിൻ്റെ നേതൃത്വത്തിലൊക്കെ ചെയ്യുമ്പോൾ അതിനൊരു
ക്വാളിറ്റി ഉണ്ടാവും. അതുപോലെ 10, 15, 20 വർഷമൊക്കെ ആയിട്ട് സർവീസ് നടത്തുന്ന പ്രൈവറ്റ് കമ്പനികൾ ഒരുപാടുണ്ട്. അവരുടെ സർവീസ് എങ്ങനെയെന്ന് കൃത്യമായിട്ടും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ നമുക്ക് നിരീക്ഷിക്കാൻ പറ്റും. അങ്ങനെ നിരീക്ഷിച്ച് കൂടുതൽ എക്സ്പീരിയൻസും പരിചയവുമുള്ള, അതുപോലെ കൊണ്ടുപോകുമ്പം അമീറന്മാരാണെന്നുള്ള പ്രധാനപ്പെട്ട വിഷയമാണ്. ആരാണെന്ന് കൃത്യമായി പഠിച്ച് അവർക്കിത് ചെയ്ത് പരിചയമുണ്ടെന്നുള്ളത് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കുക. പല ആളുകളും എന്നോട് തന്നെ ചോദിക്കാറുണ്ട്, നമ്മളിപ്പം ഗവൺമെൻറ് കിട്ടിയിട്ടില്ല, അപ്പം പ്രൈവറ്റ് ഗ്രൂപ്പിൽ കൊടുക്കണം, എന്തെല്ലാം ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പം ഒരുപാട് സംശയങ്ങൾ ഇപ്പം നമുക്ക് തീർക്കാൻ പറ്റി. ഏതായാലും ഈ നമ്മുടെ ഈ സംസാരം ഇനി ഹജ്ജിന് പോകുന്ന ആളുകൾക്കൊക്കെ ഉപകാരപ്പെടും എന്ന് കരുതാം. ഏതായാലും ആഗ്രഹിക്കുന്ന എല്ലാവർക്കും മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയൊക്കെ ചെയ്ത് ആരോഗ്യത്തോടു കൂടി തിരിച്ചെത്താൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്ക്, നമുക്കും പ്രാർത്ഥിക്കാൻ കൂട്ടമായിട്ട്. ആളുകൾക്കൊക്കെ നിർബന്ധ ബുദ്ധിയോടുകൂടി ഹജ്ജ് നിർവഹിക്കാനുള്ള ഒരു അവസരങ്ങൾ നിലനിൽക്കട്ടെ. അള്ളാഹു എനിക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ.